അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്റെ നികുതിപ്പണമായി കിടക്കണത് കേട്ടോ. എത്ര കോടി, 3 കോടി രൂപയുടെ ഇടപാടായത്. വെറുതെ കുറച്ച് ടാറും മാരി ഇട്ടിട്ട് പോയതായിരുന്നു. ഇതുണ്ടോ 12 ദിവസമായിട്ട് ഉറച്ചിട്ടില്ല. ഇതാണ് ഇവരുടെ പണി. പണ്ടെല്ലാം വീടിന്റെ മുന്നിൽ കയ്യാല കെട്ടുന്ന രീതിയിൽ കാട്ടുകല്ല് പെറുക്കി വെച്ചിട്ട് മണ്ണ് വിട്ട് അതിന്റെ മുകളിൽ കൊണ്ട് ടാർ ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? കേസ് കൊടുക്കുന്നതാണ്. ചെയ്തത് മൊത്തം കംപ്ലൈന്റ് ആയിട്ടാണ് ഉള്ളത്. ഇതിനു മുമ്പ് ഇവിടെ നല്ല കണ്ടീഷൻ ആയിട്ടുള്ള റോഡ് ഉണ്ടായിരുന്നതാണ്. അത് പൊളിച്ചിട്ട് ഭയങ്കര PMGSY ആണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് 3 വർഷത്തിൽ വഴി നടക്കാനും പറ്റില്ല, ഒന്നും നടക്കാൻ പറ്റില്ല, ഇപ്പോഴും പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ അത് കാണിച്ചു കൊടുത്തപ്പോൾ അത് അവർ വീഡിയോ പിടിച്ച് പോയിട്ടുണ്ട്. നമുക്ക് കേസ് കൊടുക്കട്ടെ, അതിന് പ്രശ്നമില്ല. പക്ഷെ ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്യണം. വെറുതെ എന്താ കാണുമ്പോൾ അപ്പം കാണുന്നവൻ അപ്പം വിളിച്ച പോലെ വർത്താനം പറയുന്നത്, ചോദിക്കുമ്പോൾ അതാ പറയുന്നത്. 3.5 കോടി രൂപ ചിലവാക്കി ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഇത് ചെയ്യണം. അവർ പറയുന്നത് അവർക്ക് നഷ്ടമാണെങ്കിൽ അവരോട് നിർത്തട്ടെ. അവര് പറയുന്നത് ഞങ്ങൾ മുകളിലുള്ള ആൾക്കാരെ ജയിക്കേണ്ടത്. ഇനി മന്ത്രിയാണോന്ന് അറിയില്ല, നമുക്ക് മുകളിലത്തെ ആള്. ആധുനിക രീതിയെന്ന് നമ്മൾ അറിഞ്ഞു, പക്ഷെ ഇത് പായമടക്കാൻ പറ്റും പോലെ മടക്കിയെടുക്കാൻ പറ്റുന്ന റോഡാണ് നമ്മൾ ഇപ്പോഴറിയുന്നത്. ഏജന്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് വളയങ്കോട് വീർപ്പാട് വെളിമാനം റോഡിലാണ്. കാരണം ഇവിടുത്തെ റോഡ് സംരക്ഷണ സമിതി വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റോഡിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ഇവർക്ക് ഒരുപാട് പരാതികളുണ്ട്. ആ പരാതികൾ എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, ഇപ്പൊ ശരിയായിട്ട് ശരിയായിട്ട് ഏട്ടാ, ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇപ്പോൾ എഞ്ചിനീയർമാർ അതേപോലെ തന്നെ ഇതിന്റെ കരാറുകാരൻ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ എന്താണ് അവരോട് പറയുന്നത്? അവരെന്താണ് നിങ്ങളോട് പറയുന്നത് റോഡിന്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച്? റോഡ് മൊത്തം പിന്നെ ടാറിട്ട് തേച്ചും ഇളകി. അത് ഞങ്ങൾ പറഞ്ഞപ്പോൾ കരാറുകാരനുള്ള പിന്നെ എഞ്ചിനീയറോട് പറഞ്ഞപ്പോൾ എഞ്ചിനീയർ നമ്മളോട് പറഞ്ഞത് വന്ന് നോക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന് ഈ സൈഡിൽ കൂടെ എല്ലാം ഈ പിന്നെ വെറുതെ ഈ പിന്നെ വെറുതെ വാഴക്കല്ല് പെറുക്കി വെച്ചിട്ട് റോഡിന് വീതി കൂട്ടി ചെയ്യേക്കുവാണ്. റോഡിന് തികച്ചും അശാസ്ത്രീയമായ നിർമ്മാണമാണ്. അതുകൊണ്ട് മൊത്തം റോഡ് കംപ്ലൈന്റ് ആണ്. ചെയ്തത് മൊത്തം കംപ്ലൈന്റ് ആയിട്ടാണ് ഉള്ളത്. ഈ റോഡിന്റെ പ്രവൃത്തി എപ്പോഴാണ് തുടങ്ങിയത്? ഇത് തുടങ്ങിയിട്ട് 2021 തുടങ്ങിയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്. 2021 ഇതിന്റെ ആദ്യം ഇതിനെല്ലാം ഉണ്ടാക്കിയത് രൂപീകരിച്ചതെല്ലാം 2021. 2022 ഇത് ഇതിന്റെ പൊളിക്കലും മറ്റുള്ള കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 3 വർഷമാകാനായി. ഈ 3 വർഷക്കാലം കൊണ്ട് ഈ റോഡ് ഇത് ആദ്യം പൊളിച്ചിട്ട റോഡാണ്. ഫസ്റ്റ് ഈ റോഡിന്റെ ഈ വളയങ്കോട് വീർപ്പാട് വെളിമാനം പിന്നെ റോഡിൽ ആദ്യം പൊളിച്ചിട്ട റോഡായത്. പക്ഷേ അതിന് ശേഷം പണിയെടുപ്പിച്ച വീർപ്പാട് വെളിമാനം റോഡ് പൂർണ്ണമായിട്ടും ടാറിങ് ചെയ്തു കഴിഞ്ഞു. അതിലുകൊണ്ട് അശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അത് നിങ്ങളവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് പോലും നമ്മളിതിന് പ്രതികരിക്കാൻ നിന്നിട്ടില്ല. ഇപ്പോൾ ഇതുവരെ ടാർ ചെയ്തിട്ടുണ്ട്. ഒരു 1/2 കിലോമീറ്റർ ഇപ്പോൾ ടാർ ചെയ്തിട്ടുള്ളൂ ശരിക്കും. അത് നോക്കിയാൽ അറിയാം. സൈഡിൽ മൊത്തം പൊളിഞ്ഞ് പോകാൻ തുടങ്ങി. 10-12 ദിവസമായി ഇപ്പോൾ ചെയ്തിട്ട് 12 ദിവസം കൊണ്ട് സൈഡ് ഇളകി പോകാൻ തുടങ്ങി. ചെയ്യുന്ന ശരിക്കും ഇത് ഹൈഡ്രോളിക് മെഷീൻ വെച്ച് അമർത്തേണ്ട ഒരു സംഭവമാണ്. കാര്യം അതിൻ്റെ രീതി ചെയ്യുന്ന സാധനമാണ്. പഴയ രീതിയിലുള്ള ടാറിങ് അല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് ചെയ്തേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ പഴയ ടാറിങ് മതിയായിരുന്നു. അതിനേക്കാളും പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്നുണ്ട് ഇത്. അപ്പോൾ ഇതിനെതിരെയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഇതിനെ നിർത്തിക്കണമെന്ന് നമുക്ക് ആർക്കും ഒരു നിർബന്ധവുമില്ല. ഇത് തുടരെ ചെയ്യണമെന്ന് തന്നെയാണ് ഇത്. പക്ഷെ അതിൻ്റെ പൂർണ്ണമായിട്ടും അതിനെ റിപ്പയർ ചെയ്യാതെ ഇനി ഇതിലങ്ങോട്ട് നമ്മൾ സമ്മതിക്കില്ല. അത് നമ്മൾ തീരുമാനിച്ചു വൃത്തിക്കെടുക്കണം. കാര്യം അവർ പറയുന്നത് 5 വർഷത്തെ വാറന്റിയോടുകൂടി ചെയ്യുന്നതാണ്. ഈ 5 വർഷം നമ്മൾ ഇവിടെ എന്ത് സംഭവിച്ചാലും നമ്മൾ ചെയ്തു തരുമെന്നാണ് എഞ്ചിനീയർമാർ പറയുന്നത്. പക്ഷേ ഈ 5 വർഷം മതിയോ? ഇത് നമ്മളെപ്പോലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഈ 5 വർഷം കൊണ്ട് ഇത് ഒരു റോഡ് ചെയ്ത് 5 വർഷം കൊണ്ട് കഴിയുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് പോകണം. ഇതെന്താ അങ്ങനെയുള്ള ചെയ്യുന്നതാണോ? ഈ 5 വർഷത്തെ വാറന്റി മതിയോ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ എഞ്ചിനീയർ ഇപ്പോൾ ഉണ്ടായിരുന്നല്ലോ. എഞ്ചിനീയർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എഞ്ചിനീയർ എന്താണ് പറഞ്ഞത്? എഞ്ചിനീയർ പറയുന്നത് ഇതിപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നോക്കി ശരിയായില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ചെയ്തു തരും എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, അത് ചെയ്തു തരാം, അത് നമ്മൾ സമ്മതിക്കില്ല. പണ്ടെല്ലാം വീടിന്റെ മുന്നിൽ കയ്യാല കെട്ടുന്ന രീതിയിൽ കാട്ടുകല്ല് പെറുക്കി വെച്ചിട്ട് മണ്ണ് വിട്ട് അതിന്റെ മുകളിൽ കൊണ്ട് ടാർ ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? കേസ് കൊടുക്കുന്നതാണ്. അതിപ്പോ നമ്മളിപ്പോ അത് കാണിച്ചു കൊടുത്തപ്പോൾ അത് അവർ വീഡിയോ പിടിച്ച് പോയിട്ടുണ്ട്. നമുക്ക് കേസ് കൊടുക്കട്ടെ, അതിന് പ്രശ്നമില്ല. പക്ഷെ ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്യണം.
ഇത് പിന്നെ ഈ സർക്കാരിന് ഇത് ഇവരെ ഇത് പറയുമെന്നല്ലാണ്ട് ഈ സർക്കാരിന്റെ പുറകെ പോകാനാവില്ലല്ലോ. ഇതിപ്പോ ഇതിന്റെ ഉദ്യോഗസ്ഥരാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് ഉദ്യോഗസ്ഥരും കൂടെ ഒത്താശയോടുകൂടി തന്നെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് സംശയം. ഇപ്പോൾ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, എഞ്ചിനീയർമാർ രണ്ടുപേരുണ്ടായിരുന്നു. അഴിമതി നടന്നിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് നമുക്കറിയില്ല ഈ അഴിമതി നടന്നിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഇത് സംഭവം ഇത്രയും 2.5 കോടി രൂപയോളം ചെലവാക്കി ചെയ്യുമ്പോൾ ഇതിപ്പോൾ അവർ 3.5 കോടി രൂപയോളം ചെലവാക്കി ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഇത് ചെയ്യണം. അവർ പറയുന്നത് അവർക്ക് നഷ്ടമാണെങ്കിൽ അവരോട് നിർത്തട്ടെ. അവർക്ക് അത് ചെയ്യുന്ന അവർക്ക് പറ്റിയില്ലെങ്കിൽ 2.5-3.5 കോടി കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവർ പൂർണ്ണമായിട്ട് ഇവിടെ നിർത്തട്ടെ. എന്നിട്ട് കാട്ടുകല്ല് കെട്ടി വെച്ചിട്ട് എന്തായാലും റോഡ് സൈഡിൽ കാട്ടുകല്ല് എന്തായാലും ഓടയില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടെങ്കിലും ചെയ്യാനുള്ള ഒരു ഇത് പിന്നെ ഉദ്യോഗസ്ഥരും ഈ കോൺട്രാക്ടർമാരും തമ്മിൽ അത് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ തടയുന്നത്. ഇത് ഡ്രെയിനേജ് ഇല്ല, സൈഡിലെ ലാറ്ററേറ്റ് കെട്ടില്ല, RR മേസൺട്രി വർക്കില്ല, അതിന് സ്ട്രോപ്പുള്ള റൂഫ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവർ പല സൈഡുകളിലും നമുക്ക് നല്ല ഡ്രെയിനേജും കോൺക്രീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അവർ വെറുതെ അന്നേരം കാണുമ്പോൾ അപ്പം കാണുന്നവൻ അപ്പം വിളിച്ച പോലെ വർത്താനം പറയുന്നവർ ചോദിക്കുമ്പോൾ അതാ പറയുന്നത്. ഇതിന് ഒരു BOQ ഉണ്ട്. ആ BOQ ഒന്ന് കാണുമോ കേൾക്കോ ഇല്ല. അവിടെ ഡേറ്റ് ഇത് ചോദിച്ചപ്പോൾ അവർ നമ്മളെ ചൂടാവുക. ഇത് ഒന്നെങ്കിൽ അവർ പറയുന്നത് ഞങ്ങൾ മുകളിലുള്ള ആൾക്കാരെ ചെയ്യിക്കേണ്ടത്. ഇനി മന്ത്രിയാണോ എന്നറിയില്ല നമുക്ക്, മുകളിലുള്ള ആൾ അത് എന്തിനാട്ടെ നമ്മൾ വൃത്തിയായിട്ട് റോഡ് വേണം. റോഡ് പിന്നെ 10 ടണ്ണുള്ള റോളർ വെച്ചാണ് ചെയ്യുന്നത്. പണ്ട് കാലം 92-ലാണ് ടാറിയുടെ. ഇപ്പോൾ ഹൈഡ്രോളിക് മെഷീൻ വെച്ചിട്ട് ഒരു 100-200 ടണ്ണ് വരേണ്ട ഹൈഡ്രോളിക് മെഷീൻ വെച്ച് ചെയ്യുവാണെങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ല സേഫ്റ്റി ആയിട്ടിരിക്കും. ഇത് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, ഇത് കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നു. ഇതൊരു മലയോര ഹൈവേ ആണ്. ഏറ്റവും കൂടുതൽ റെയിനുള്ള സ്ഥലം ഇവിടെ നിങ്ങൾക്ക് കാണാം. നല്ല ഹിൽ ഏരിയ ആണ്. അതനുസരിച്ചുള്ള നല്ല ഇത് ചെയ്ത് നമ്മൾ ക്ലിയർ ആക്കണം. അത്ര ഉള്ളൂ പറയുന്നത്. ഈ തുടങ്ങിയത് 3/1/2022 ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതിൽ അവസാനിക്കേണ്ടത് 3/1/2023. പിന്നെ മെയിൻ്റനൻസ് തുടങ്ങേണ്ടത് 3/1/2023 തൊട്ട് 2/1/2028 വരെയാണ് മെയിൻ്റനൻസ്. അപ്പോൾ ഈ മെയിൻ്റനൻസ് വെച്ചാൽ പണി കഴിഞ്ഞിട്ടില്ല. പണി കഴിയാതെ എങ്ങനെ മെയിൻ്റനൻസ് തുടങ്ങുന്നത് മാത്രമല്ല, ഇതിനു മുമ്പ് ഇവിടെ നല്ല കണ്ടീഷനായിട്ടുള്ള റോഡ് ഉണ്ടായിരുന്നതാണ്. അത് പൊളിച്ചിട്ട് ഭയങ്കര PMGSY ആണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് 3 വർഷം വഴി നടക്കാനും പറ്റില്ല, ഒന്നും നടക്കാൻ പറ്റില്ല, ഇപ്പോഴും പറ്റിയല്ല. അപ്പോൾ ഇതെന്തോ അഴിമതിയാണോ പണി പറയുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. അതിപ്പോൾ ഇവിടം വരെ ഇപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബൈക്ക് ആ സൈഡിൽ വെക്കുകയാണെങ്കിൽ പൊളിഞ്ഞു പോകും. അപ്പോൾ മറ്റു വാഹനങ്ങളുടെ കാര്യം പറയാമല്ലോ. വേണമെന്നെങ്കിൽ ഒന്ന് നടക്കുവാണെങ്കിലും ആ സൈഡിൽ കൂടെ നടക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇതെല്ലാവർക്കും കാണാം. ഇതിനകത്ത് വേറെ ഇതൊന്നുമില്ല. എന്നിട്ട് ഈ ടാറിങ്ങും പൊക്കത്തിലും റോഡിൻ്റെ മണ്ണിട്ടിരിക്കുന്നതെല്ലാം താഴെയും അല്ലെ ഡ്രെയിനായി തീർക്കുന്നതും താഴെ. അപ്പോൾ ആ ലെവലിൽ ഒരിക്കലും കിട്ടിയല്ല. അപ്പോൾ ഇത് ഒരു നാടകമെന്ന് മാത്രമല്ല, ഇത് എത്രയോ റോഡ് ഇവിടെ എല്ലാം പണിയുന്നുണ്ട്. ഇപ്പം മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം പണി നടന്നിട്ട് വേണ്ടേ മെയിൻ്റനൻസ് നടക്കണ്ടേ. പണി നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ വളരെ ഇതായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അധികൃതരോട് എല്ലാം സൂചിപ്പിച്ചാണ്. അപ്പോൾ അവർ നോക്കാം, അല്ല 5 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അതിന് ഗ്യാരണ്ടി കൊണ്ട് ആദ്യം നിർമ്മാണം ശരിക്കും നടന്നാലേ പിന്നെ മെയിൻ്റനൻസ് നടക്കുന്നുള്ളൂ. മണ്ണ് നിൽക്കണമെങ്കിൽ ഈ മണ്ണ് താങ്ങി നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. എസ്റ്റിമേറ്റ് കാണുന്നു നോക്കാം. ഞങ്ങൾക്കുള്ളതിൽ ചെയ്യേണ്ടതുള്ളൂ. ഞങ്ങൾക്കുള്ളതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ കൊള്ളതിൽ ചെയ്യാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഇതിന്റെ മോളെ ടാറുണ്ടാക്കേണ്ടത് 2 ദിവസം കഴിയുമ്പോൾ ഈ സാധനം എല്ലാം കൂടെ കുത്തിപ്പൊളിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ സാധനം ഈ പൊറിക്ക് അടിക്കൊച്ചാൻ സാധനം അത് നോക്ക്. ഇതാണ് ടാറിങ്ങിന്റെ അവസ്ഥ. നിങ്ങൾ ചിന്തിക്ക്. നമ്മൾ പൈസ കാണിക്കുന്നതാണ്. നിങ്ങൾ നോക്ക്. ഇതാണ് നമ്മുടെ കേരളത്തിൽ ഇത് പ്രധാനമന്ത്രി യോജന. എന്ത് യോജനയാണല്ലോ സടക്ക് യോജന എന്താണല്ലോ ഇതുള്ള. ഇവർ പറയുന്നത് 3 കോടി രൂപയ്ക്ക് ഇത്രയുള്ളെന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കേഷൻ. ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ 3 കോടി രൂപയ്ക്കല്ല ചെയ്തത്, 100 മീറ്ററെങ്കിൽ 100 മീറ്റർ അത് വൃത്തിയായിട്ട് ചെയ്യുക.
പിന്നത്തെ വർഷം 100 മീറ്റർ ചെയ്യുക. അത് മതി ഞങ്ങൾക്ക്. 5 വർഷം കൊണ്ട് 500 മീറ്റർ കിട്ടിയാലും നല്ലൊരു വൃത്തിയുള്ള റോഡ് കിട്ടട്ടെ. അതാണ് ജനങ്ങൾക്കെല്ലാം ആവശ്യം. അത് ഇനിയാണെങ്കിലും എല്ലാം ഇതാ നോക്കിക്കോളുക സർ. ഇതായിട്ടില്ലേ, വേറെ കൈ കൊണ്ട് പറിച്ചാൽ ഇതാ പോയിരുന്നു. പ്രധാനമന്ത്രി സഡക് യോജനയിൽ വളയങ്കോട് മുതൽ വീർപ്പാട് വെളിമാനം വരെ നിർമ്മിക്കുന്ന ഏകദേശം 2.5 കോടി 3 കോടിയുടെ അടുത്തോളം മുതൽ മുടക്കി നിർമ്മിക്കുന്ന ഈ റോഡിൻ്റെ ഏകദേശം 12 ദിവസമായിട്ടുള്ള ഈ റോഡിൻ്റെ ഇത്രയും മീറ്റർ ഏകദേശം ഒരു 100 മീറ്റർ ടാർ ചെയ്തിട്ട് പക്ഷേ അത് ചവിട്ടുമ്പോൾ ഇളകി പോവുകയാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ പോലെ ഏട്ടൻ്റെ കൈ പിടിച്ചിരിക്കുന്നത് ഇവരുടെ നികുതി പണമാണ്, ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണമാണ്. ഒരു റോഡ് എന്നുള്ളത് ഒരു നാടിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു അടിസ്ഥാന സൗകര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഈ റോഡിൻ്റെ റോഡ് നിർമ്മാണത്തിലുള്ള അപാകതകൾ വളരെ വലുതാണ്. എഞ്ചിനീയർമാർ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ട്. അവരോട് ഇവരുടെ റോഡ് സമിതി അംഗങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കരാറുകാരനുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. വെറുതെ നമ്മൾ പണ്ട് കാലത്ത് വീടിൻ്റെ കയ്യാല കെട്ടുന്ന കല്ലുകൊണ്ടാണ് റോഡിൻ്റെ സൈഡ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ വെറും 12 ദിവസം കൊണ്ട് നമ്മൾ അവിലും മലരും കുഴച്ചിട്ട് എങ്ങനെയാണ് കഴിക്കാൻ പറ്റുക? അതേപോലത്തെ ഒരു ടാറിംഗ് ആണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതാണ് ഇവർ കയ്യിൽ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോയാൽ പോരാ, ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.